ജേക്കബ് ജോർജ് സാർ, എങ്ങനെയൊക്കെയായിരിക്കും വരും ദിവസങ്ങളിൽ ഇടതുപക്ഷം ഇപ്പോൾ ഈ ശശി തരൂരിന്റെ ലേഖനത്തെ സ്വാഭാവികമായി രാഷ്ട്രീയ ആയുധമാക്കുക എന്നുള്ളത് കേരളം ഇതിനോടകം തന്നെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രധാന വിമർശനവും ഉയർന്നു വന്നിരിക്കുന്നത്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും എന്നുള്ളത്. ഒപ്പം കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ചോദ്യമായി തന്നെ മാറിയിരിക്കുന്ന സമയത്ത് പാർട്ടിയുടെ സമ്മേളനത്തിൽ സിപിഎമ്മിന്റെ കൊല്ലത്തെ സമ്മേളനത്തിൽ കെ വി തോമസ് കഴിഞ്ഞ സമ്മേളനത്തിൽ വന്നതുപോലെ ശശി തരൂറും എത്തുമോ എന്നുള്ള ചോദ്യം അടക്കം മാധ്യമങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന സമയത്ത് ഈ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ ഭാവിയിലേക്ക് കൂടി വന്നാൽ ഈ സൌഹൃദം തകർത്തുള്ള വ്യവസായ ചർച്ചകൾ അപകടകരമാകും പോലെ തന്നെ വളരെ ഗൌരവത്തോടെ കേരളം എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത്? കൂടുതൽ വ്യവസായവും നിക്ഷേപവും ഒക്കെ കേരളത്തിൽ വരേണ്ട ഒരു സമയമാണിപ്പോൾ. കാരണം കേരളത്തിന്റെ ഓരോ ദിവസത്തെയും സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള അവലോകനങ്ങൾ സാമ്പത്തിക വിദഗ്ധർ നടത്തുമ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ ആശങ്കയുടെ പല കാര്യങ്ങളും സൂചിപ്പിച്ചു. ഇവിടുത്തെ യുവാക്കൾ, വിദ്യാർത്ഥികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു, ഇവിടെ ഇല്ല ആരും തൊഴിലെടുക്കാൻ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ രണ്ട് കാര്യങ്ങളിലേക്കും വന്നാൽ. ലക്ഷ്മി, ഇവിടെ അപകടം ശശി തരൂരിന്റെ വാക്കുകളല്ല, ശശി തരൂർ തന്നെയാണ്. അതാണ് കേരളത്തിൽ ഞാൻ കാണുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയം. നമ്മളെ ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ എന്ത് ആവേശത്തോടു കൂടിയാണ് കാര്യങ്ങൾ പറയുന്നത് ശശി തരൂരിനെതിരെ. കാരണം ശശി തരൂരിന്റെ വാക്കുകളല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് കോൺഗ്രസ് നേതാക്കളുമായിട്ടൊക്കെ നല്ല സൗഹൃദമാണ്. യാതൊരു പ്രശ്നം. എത്രയോ വർഷങ്ങളായിട്ട് കെ കരുണാകരൻ മുതൽ ഇങ്ങോട്ട് ഉമ്മൻചാണ്ടി, എങ്ങനെ എത്രയോ അടുത്ത സൗഹൃദം. ഞാൻ തിരുവനന്തപുരത്തെ ഒരു സജീവ പത്രക്കാരനായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്കുള്ള ബന്ധങ്ങൾ, കുഞ്ഞാലിക്കുട്ടി, ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ല ദൃഢമായ ബന്ധമാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട്, വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് സമാപിച്ച സ്കൂൾ യുവജനോത്സവം, അതിൻ്റെ സമാപന സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അദ്ദേഹം പ്രസംഗിച്ചത് എന്താ? ഇത്ര മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടി ഒരു കുഴപ്പവുമില്ലാതെ സമാപിച്ചു. അതിൽ ഞാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ അഭിനന്ദിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വാഴ്ത്തിപ്പാടുകയാണ്. ഇവിടെ ആരാ? കോൺഗ്രസ് നേതാവല്ലേ പറഞ്ഞത് വാഴ്ത്തിപ്പാടുക എന്നുള്ള പ്രയോഗം. അത് തന്നെയാണ് വി ഡി സതീശൻ ചെയ്തത്. വി ശിവൻകുട്ടിയെയും ഈ സർക്കാരിനെയും ആ കലോത്സവ നടത്തിപ്പിനെയും വാഴ്ത്തിപ്പാടുകയായിരുന്നു വി ഡി സതീശൻ. ഞാനത് സന്തോഷത്തോടുകൂടിയാണ് കേട്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. അതേപോലെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ശശി തരൂർ പറയുന്നതിനെയും ഞാൻ കാണുന്നത്. അങ്ങനെ കാണണം എന്നാണ് നിങ്ങളെ കൊണ്ട്, കോൺഗ്രസ്സുകാരെ കൊണ്ട്, CPM-കാരെ കൊണ്ടും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റത്തില്ല. അത് രാഷ്ട്രീയമാണ്. അപ്പോഴത്തേക്ക് രാഷ്ട്രീയം കടന്നു വരും. രണ്ടാമത്തെ കാര്യം, എന്താണ് ശശി തരൂർ ഉണ്ടാക്കി വെക്കുന്ന അപകടം എന്നതല്ലേ? ഇത് ശശി തരൂർ പറഞ്ഞതാണ് പ്രശ്നം. കാരണം കേരളത്തിൽ അടുത്ത ഗവൺമെൻറ്റും കൂടി കോൺഗ്രസിന് നഷ്ടപ്പെട്ടാൽ കോൺഗ്രസിന് ഭയങ്കര ക്ഷീണമായിരിക്കും, കോൺഗ്രസിന് ഭയങ്കര തകർച്ചയായിരിക്കും, UDF-ന് തകർച്ചയായിരിക്കും. അതാ കുഞ്ഞാലിക്കുട്ടി എന്ത് സൂക്ഷിച്ച വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു നോക്കിയേ. കാരണം അദ്ദേഹം ലീഗ് നേതൃത്വമാണ്, ഭരണമില്ലാതെ കഴിയുകയാണ്. UDF-ലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം ആണ് ഇപ്പോഴും നിയമസഭയിൽ പാർട്ടി നേതാവ്, നിയമസഭാ കക്ഷി നേതാവ്. അദ്ദേഹത്തിന് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ശശി തരൂരിനെതിരെ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. പ്രത്യേകത, അതിന് കാരണമുണ്ട്, അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ഇവിടെ ശശി തരൂർ മുഖ്യമന്ത്രിയാകുമോ എന്നൊരു സംശയം ചില കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. ശശി തരൂരിനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചാൽ തീർച്ചയായിട്ടും അടുത്ത ഗവൺമെൻറ് കയ്യിൽ വരും എന്ന് കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് തന്നെ, കോൺഗ്രസിനകത്ത് തന്നെ, UDF-നകത്ത് തന്നെ, ഞാൻ പ്രത്യേകം പറയുന്നു, ഘടകകക്ഷികൾക്കിടയിൽ തന്നെ ആ ചിന്തയുണ്ട്. അതൊരു പ്രത്യേക രാഷ്ട്രീയമാണ് കേരള രാഷ്ട്രീയത്തിൽ. അത് പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പറ്റുന്നില്ല. അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ശശി തരൂരിനെ എന്ത് ചെയ്തും തകർക്കുക എന്നുള്ളതാണ് ചില കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ലക്ഷ്യം. അത് ഇത്ര കണ്ട് വാശിയും വൈരാഗ്യമൊന്നും ശശി തരൂരിൻ്റെ ഒരു ലേഖനത്തിൻ്റെ പേരിൽ കാണിക്കേണ്ട കാര്യം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് എനിക്ക് തോന്നുന്നു അത് സമചിത്തതയോടുകൂടിയുള്ള ഒരു അഭിപ്രായം തന്നെയാണ്. അതിനകത്ത് യാതൊരു കട്ടും കരടും മുള്ളും ഒന്നുമില്ല എന്ന് തന്നെ ഞാനൊന്ന് പ്രത്യേകം പറയട്ടെ. ഇത് ശശി തരൂരിനെതിരെയുള്ളൊരു വേട്ടയാടലാണ്. ഞാൻ കോൺഗ്രസ് നേതൃത്വത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. കെ വി തോമസിൻ്റെ കാര്യം ഓർക്കണം, KP അനിൽകുമാർ ഓർക്കണം,
കുറേ നേതാക്കളിങ്ങനെ കോൺഗ്രസ് വിട്ടുപോയി. നേരത്തെ അതിനു മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായ കേരള കോൺഗ്രസിനെ നിഷ്കരണം ചവിട്ടി പുറത്താക്കി. ഓർക്കണം, ജോസ് കെ മാണി. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കാതെ പോയത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഈ ഒരു തീരുമാനം കൊണ്ടാണ്. ഈ തീരുമാനം അന്ന് മണ്ടൻ തീരുമാനമായി പോയി എന്ന് അന്ന് ഈ ചാനൽ ചർച്ചകളിലൊക്കെയും ഞാൻ എഴുതിയ ലേഖനങ്ങളിലൊക്കെയും ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞതാണ്. കോൺഗ്രസിന് ഒരു നേതാവിനെ പോലും കളയാനുള്ള ആരോഗ്യമില്ല. ആ സമയത്ത് കെ എം മാണി എന്ന് പറയുന്നത് UDF-ൽ ഉമ്മൻചാണ്ടി, കെ എം മാണി, PK കുഞ്ഞാലിക്കുട്ടി, ഈ മൂന്ന് പേരുടെ നെടുംതൂണുകളായിരുന്നു UDF-നെ നിർത്തിക്കൊണ്ടിരുന്നത്. അതിലൊരു നെടുംതൂണാണ് കോൺഗ്രസ് നേതൃത്വം പറിച്ചു കളഞ്ഞത്. അതിൻ്റെ പോരായ്മ ഇപ്പോഴും തീർന്നിട്ടില്ല എന്നുകൂടി ഞാൻ വേദനയോടെ കോൺഗ്രസ് നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നു.